മോങ്ങം വധശ്രമ കേസിൽ പ്രതിയുമായി തിരിച്ചറിയൽ പരേഡ് നടത്തി. മൂവാറ്റുപുഴ സ്വദേശി പാപ്പൻ നൌഫലിനെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. കേസിലെ സാക്ഷികളെ ഉപയോഗിച്ച് തിരിച്ചറിയൽ പരേഡ് നടക്കാനുള്ളതിനാൽ നൌഫലിനെ ഇതുവരെ മുഖംമൂടി അണിയിച്ചാണ് കോടതിയിലേക്കും മറ്റും കൊണ്ടുപോയിരുന്നത്. മോങ്ങം സ്വദേശി അധിയാരത്ത് പറമ്പിൽ സൈതലവിയെ സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് മഴുവിന് വെട്ടിപ്പരുക്കേൽപ്പിച്ച കേസിലാണ് പ്രതി മൂവാറ്റുപുഴ സ്വദേശി നൌഫൽ എന്നറിയപ്പെടുന്ന പാപ്പൻ നൌഫലുമായി പോലീസ് തെളിവെടുപ്പ് നടത്തിയത്. ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത നടപടി പ്രകാരം സാക്ഷികളുമായി പ്രതിയെ തിരിച്ചറിയൽ പരേഡിന് വിധേയമാക്കി. കൊണ്ടോട്ടി താലൂക്ക് ഓഫീസിൽ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റ് കൂടിയായ തഹസിൽദാരുടെ സാന്നിധ്യത്തിൽ പ്രതിയെ സാക്ഷികൾ തിരിച്ചറിഞ്ഞു. കഴിഞ്ഞയാഴ്ച അറസ്റ്റ് ചെയ്ത നൌഫലുമായി തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാകും വരെ മുഖംമൂടി അണിയിച്ചാണ് കോടതിയിലേക്കും തെളിവെടുപ്പിനും മറ്റും കൊണ്ടുപോയിരുന്നത്. പ്രതി മഞ്ചേരി ജയിലിൽ റിമാൻഡിലാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 11 രാത്രി 9 മണിയോടെയാണ് മോങ്ങം സ്വദേശി അധിയാരത്ത് പറമ്പിൽ സൈതലവിക്ക് സ്വന്തം വീട്ടുമുറ്റത്ത് വെച്ച് അജ്ഞാതന്റെ വെട്ടേറ്റത്. മഴുകൊണ്ടുള്ള ആക്രമണത്തിൽ കഴുത്തിൽ ഗുരുതരമായ പരിക്കേറ്റിരുന്നു. കൊണ്ടോട്ടി തുറക്കലിലെ ആൾതാമസമില്ലാത്ത വീട്ടിൽ നടന്ന മോഷണത്തിന്റെ അന്വേഷണത്തിൽ പിടിയിലായ നൌഫലിനെ ചോദ്യം ചെയ്തതിൽ സൈതലവിയെ വെട്ടിയതും താനാണെന്ന് നൌഫൽ സമ്മതിക്കുകയായിരുന്നു. കേരള വിഷൻ, കൊണ്ടോട്ടി.